ചിലരൊക്കെ തന്നെ ചില സാഹചര്യങ്ങളിൽ മുസ്ലിം വിരുദ്ധനായിട്ടൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ലിയോ, ഇതിനകത്ത് മുസ്ലിം വിരുദ്ധനാണ് അദ്ദേഹം എന്ന് തോന്നുന്ന ചില പ്രസ്താവനകൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് രണ്ടെണ്ണമാണ് പ്രധാനമായിട്ട് ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത്, മുസ്ലിം പെൺകുട്ടികൾക്ക് മത്സര പരീക്ഷകളിൽ റാങ്ക് കിട്ടുന്നത് കൃത്രിമത്തിലൂടെയാണ് എന്നൊരു പ്രസ്താവന വി എസ് നടത്തിയിട്ടുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് കേരളത്തിൽ പിന്നെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകും എന്ന് വി എസ് നടത്തിയിട്ടുള്ള പ്രസ്താവന. ആ രണ്ട് പ്രസ്താവനകളും മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ അവരുടെ മുസ്ലിം മനസാക്ഷിയൊക്കെ നോവിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് മനോവ്യഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് വി എസ് മനഃപൂർവ്വം ഒരു മുസ്ലിം വിരുദ്ധനായതുകൊണ്ട് ചെയ്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വി എസ് ഇതുപോലുള്ള പാർട്ടികൾക്കെതിരായിട്ടൊക്കെ അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് വി എസ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് വി എസ് ഈ പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്കെതിരെയും വി എസ് ഇതുപോലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അതിരൂക്ഷമായിട്ടുള്ള പ്രസ്താവനകൾ, എന്തോ പശുവും കാളയും എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഒക്കെ ഉണ്ടല്ലോ ബി ജെ പിക്ക്. അല്ല, എൻ്റെ ഒരു സുഹൃത്ത് മാധ്യമപ്രവർത്തകൻ MC നാസർ, മാധ്യമത്തിൻ്റെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ നിന്നും അടർത്തി മാറ്റിയ ചില ഭാഗങ്ങൾ വെച്ച് വി എസിനെ ക്രോശിക്കുന്ന കുറേയേറെ പേരുണ്ട്. അദ്ദേഹം ന്യൂനപക്ഷ വിരുദ്ധനാണെന്ന് പറയുന്നവർ അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വി എസിൻ്റെ നിഷ്പക്ഷ നിലപാട് വിശദീകരിച്ചുകൊണ്ടും വിവരിച്ചുകൊണ്ടും അദ്ദേഹം നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. എന്തായാലും വി എസിന് അങ്ങനെ ഒരു പ്രത്യേക മമതയോ വിദ്വേഷമോ ഒരു കമ്മ്യൂണിറ്റിയോട് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരിക്കലുമില്ല. വി എസിന് അങ്ങനെ ഇല്ല, വി എസിന് അങ്ങനെ ഉണ്ടാവാൻ പറ്റില്ല. വി എസിനെ സംബന്ധിച്ചിടത്തോളം കാർഡിനൽ ആയിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി എസ് പാർട്ട് ആൻഡ് പാഴ്സൽ ആയിട്ടുള്ള പാർട്ടിയുടെ രാഷ്ട്രീയ നയം പരിശുദ്ധമായിരിക്കണം. ആ രാഷ്ട്രീയ നയത്തിന്, ഞാൻ പറയുന്നത്, ആ രാഷ്ട്രീയ നയത്തിനെതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ വി എസ് അതിരൂക്ഷമായിട്ട് വിമർശിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗിനെ, ബി ജെ പിയെ, ഈ പറഞ്ഞതുപോലെ എല്ലാ ജാതി സംഘടനകളെയും, NSSനെ, SNDPയെ, ഇവരെയൊക്കെ തന്നെ വി എസ് അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. അതിൽ നിന്നും മുസ്ലിം ലീഗിനെ വിമർശിച്ചത് അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമെന്ന് തോന്നാവുന്ന ചില പ്രസ്താവനകൾ സ്ഥാപിത താല്പര്യക്കാർ പൊക്കിയെടുത്ത് വി എസിനെതിരെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്കതിനെക്കുറിച്ചിട്ടുള്ള ബോധ്യം.